ഹലോ നമസ്കാരം. ഫയർബേസും അതേപോലെ തന്നെ റിയാക്റ്റ് ഉപയോഗിച്ച് ഗൂഗിൾ ക്ലോൺ ചെയ്യുന്ന അവസാന വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ അവസാന ഭാഗത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിവിടെ പറഞ്ഞു, എന്തെങ്കിലും ഒരു വേർഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സെർച്ച് റിസൾട്ടുകളൊക്കെ നമുക്കിവിടെ വന്ന് എന്താണോ നമ്മൾ കൊടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്തത്. ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഫയർബേസിലേക്കായിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യണം. അതായത് എല്ലാവർക്കും ലഭ്യമാവുന്ന രൂപത്തിൽ നമുക്കിതിന് ഓൺലൈനിലേക്കായിട്ട് പുഷ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിപ്ലോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈനിലേക്കായിട്ട് ഡിപ്ലോയ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ മുമ്പ് ചെയ്യണം. നമ്മളത് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഫയർബേസ് ടൂള്, അതേപോലെ തന്നെ ഫയർബേസുമായിട്ട് ബന്ധപ്പെട്ട കുറേ സെറ്റിങ്സുകളൊക്കെ നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ഈ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോസിലായിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന രൂപത്തിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മളിവിടെ ഈ സേവ് ചെയ്ത് വെക്കുമ്പോൾ അത് റൺ ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. റൺ ചെയ്തതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഇത് ഫയർബേസിലേക്ക് നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു പുതിയ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ജസ്റ്റ് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് പുതിയൊരു ടെർമിനൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫയർബേസിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ വന്ന് ഫയർബേസ് എന്നിട്ട് അതിന് ശേഷം ഇനിറ്റ് എന്നാണ്. ഇനീഷ്യലൈസേഷൻ്റെ ഷോർട്ടാണ് ഇനിറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ ഇത് ഇനിഷ്യലൈസേഷൻ കഴിയുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന്, അപ്പോൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും തുറന്നു വരിക. ആരോഗ്യ വെച്ചിട്ട് ഇവിടെ വന്ന് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ജസ്റ്റ് സ്പേസ് ബാർ അമർത്തിയാൽ മതി. അപ്പോൾ അത് സെലക്ട് ആയി വരും. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്കാരും തുറന്നു വരിക. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച എല്ലാ ഫയലുകളും നമുക്കിവിടെ കാണിച്ചു തരും. ഇതൊന്ന് നമ്മൾ ഗൂഗിൾ എന്നുള്ള ഓപ്ഷന് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഗൂഗിൾ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ബിൽഡ് എന്ന് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം, അത് നിർബന്ധമാണ്. ഓക്കെ, ഇങ്ങനെ വരും. ഇത് നമുക്കൊരു സിംഗിൾ പേജായിട്ട് റീറൈറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് വൈ എന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ടൈമിൽ തന്നെ നമുക്കത് ഗിറ്റാബിലേക്ക് കൂടി ചെയ്യണമെന്നാണ്, പുഷ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നില്ല, ഗിറ്റാബിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് നോ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മളതിൻ്റെ ഇനീഷ്യലൈസേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കൊടുത്ത ബിൽഡ് എന്നുള്ള പേരിൽ ഇവിടെ ഒരു പേജ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതിൽ വർക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, npm ഇവിടെ വന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, npm റൺ. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബിൽഡ് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ബിൽഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബിൽഡ് ചെയ്തെടുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം, ഇനി ഇതിലെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിത് ഫയർബേസിലേക്ക് ഡിപ്ലോയ് ചെയ്യാണ്. അപ്പോൾ ഡിപ്ലോയ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഫയർബേസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇതൊന്നും കൂടി ഓക്കെ, ഫയർബേസ് എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്ന് ഡിപ്ലോയ് എന്ന് ചേർത്ത് കൊടുത്ത് എൻ്റർ അടിക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നമ്മൾ ഈ കമ്പ്യൂട്ടറിലുള്ള വർക്കുകളൊക്കെ ഫയർബേസിൻ്റെ ഫയർബേസിൻ്റെ സെർവറിലേക്കായിട്ട് ഇത് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഇതും അപ്ലോഡ് ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതോടുകൂടി നമുക്ക് ഈ പ്രൊജക്റ്റ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ കോഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗിറ്റാബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റെപ്പോസിറ്ററി ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ 1 by 1 ആയിട്ട് ചെയ്ത് നോക്കണം. ഇതിലെ ഓരോ കാര്യങ്ങളും ഓരോ കൺസെപ്റ്റുകളായിട്ടാണ് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് 1 by 1 ആയിട്ട് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ ഈ വീഡിയോയുമായിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതുപോലുള്ള നമ്മൾ മറ്റു പല ആപ്ലിക്കേഷൻ്റെയും ക്ലോൺ വീഡിയോസുകൾ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്യാൻ നിങ്ങളത്
ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം കൂടിയും അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത് ഡിപ്ലോയ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിങ്ക് ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഡിപ്ലോയ് ലിങ്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കൺട്രോളിലും സ്പേസിലും കൂടിയും കൺട്രോളിലും അതേപോലെ തന്നെ ആ ഫോളോഡ് ലിങ്കിലും കൂടി ക്ലിക്ക് ചെയ്ത് നമുക്കത് ഓപ്പൺ ചെയ്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറേ കൺസെപ്റ്റുകളൊക്കെ റിയാക്റ്റിൻ്റെ പഠിക്കാൻ കഴിയും. നമ്മൾ എന്തെങ്കിലും ഓരോ ടാഗുകൾ അല്ലെങ്കിൽ ഓരോ ടാബുകൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഓരോ കൺസെപ്റ്റുകളൊന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഇതുപോലൊരു പ്രൊജക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഫയല് റിപ്ലോയിഡ് വേർഷന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിപ്ലോയിഡ് വേർഷന്. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ സൈറ്റിൻ്റെ പേരിനെ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എന്താണോ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ നോക്കൂ, ഇത്രയും സമയം എടുത്തതിന് ശേഷം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സെർച്ച് റിസൾട്ടുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് വീണ്ടും ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ വന്ന് നമ്മൾ കേരള എന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന് ഏറെക്കുറെ, അതായത് ഓൾ ഓവർ എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ഇതിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ഇതിലെന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ ഈ വീഡിയോയുമായിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് മറ്റൊരു ക്ലോൺ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ സോഴ്സ് കോഡിൻ്റെ റെപ്പോസിറ്ററി ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.